40ഓളം പേരടങ്ങുന്ന ബസ്സിൽ ഫെബ്രുവരി 12-ാം തീയതി 12 മണിക്ക് മുക്കംകുന്നിൽ നിന്ന് ആരംഭിച്ച് ബത്തേരി വഴി ഊട്ടിയിലൂടെയാണ് ഈ വർഷത്തെ വേളാങ്കണ്ണി തീർത്ഥയാത്ര. എല്ലാ വർഷവും ഫെബ്രുവരി 11, 12 തീയതികളിൽ തുടർച്ചയായിട്ട് 26 വർഷത്തോളമായി വേളാങ്കണ്ണിയിൽ പോകുന്ന ഷാജി ചേട്ടൻ്റെ കൂടെയാണ് നമ്മുടെ യാത്ര. പക്വതയാർന്ന നേതൃത്വം, എല്ലാവർക്കും സംതൃപ്തിയോടെ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന പ്രകൃതം. അതിനാൽ എല്ലാ വർഷവും തുടർച്ചയായി പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. വൈകുന്നേരം 6 മണിയോടുകൂടി ഊട്ടിയിൽ ടിക്കറ്റ് ക്ലോസ് ആക്കും. അതിനാൽ ദൂരക്കാഴ്ചയിൽ കണ്ട് സ്വീറ്റ് കോണും കഴിച്ച് തണുപ്പിൽ നിന്നും ഊട്ടിയിലെ രാത്രി കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര തുടർന്നു. വർണ്ണങ്ങളാൽ അലങ്കരിച്ച കെട്ടിടങ്ങളും പാതയോരങ്ങളും ഊട്ടിയുടെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. 13-ാം തീയതി രാവിലെ 6 മണിക്ക് എല്ലാവർക്കും ഒരുക്കിയ റൂമിലെത്തി ഫ്രഷപ്പായി 8 മണിയോടെ ചർച്ചിലെത്തി. ചർച്ചിൻ്റെ തൊട്ടടുത്തായിരുന്നു മുറികൾ ഒരുക്കിയിരുന്നത്. തുടർന്ന് പ്രാർത്ഥനകൾ, നേർച്ച കാഴ്ചകൾ, ഓരോരുത്തർക്കും അവരുടെ താല്പര്യാർത്ഥം അവിടെയെല്ലാം സന്ദർശിച്ച് നേർച്ച കാഴ്ചകളിലും അവിടുത്തെ സംവിധാനങ്ങളുമെല്ലാം സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. തുടർന്ന് തൊട്ടടുത്തുള്ള ബീച്ച് സന്ദർശിക്കാം. വീണ്ടും വൈകുന്നേരം പ്രയറും അതുപോലെ നേർച്ച കാഴ്ചകൾ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അവിടെ അവസരമുണ്ട്. ബസിലിക്കയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് പഴയ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന ഈ പ്രദേശം. അത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരക്കാഴ്ചയായിട്ട് കാണാൻ കഴിയുന്നതാണ്. 14-ാം തീയതി രാവിലെ 10 മണിക്ക് മലയാളം ദിവ്യബലിയിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണത്തോടെ 2 മണിക്ക് തിരിച്ച് യാത്രയാകാം. മലയാളം ദിവ്യബലി നടക്കുന്ന ഒരു ദേവാലയമാണ്. ഇതിൽ ഏകദേശം 3000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇവിടെ ഈ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിയുന്നത്. അതൊരു വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയും അടുത്ത യാത്രയ്ക്കായി കാത്തിരിക്കുന്നു.